മക്കളെ, എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെയും ആർക്കിടെക്ചർ കോഴ്സിൻ്റെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഇതിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള തേർഡ് റൗണ്ടും ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് റൗണ്ടുമാണ്. ഇത് ജൂലൈ 27 സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് കോളേജിലും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലും അതേപോലെ ഓട്ടോണോമസ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുമുള്ള പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന അവസാന അലോട്ട്മെൻറ്റാണ്. ഈ അലോട്ട്മെൻറ്റിന് ശേഷം സീറ്റ് ഒഴിവ് വന്നാൽ, അതായത് ഒഴിവ് വരികയാണെങ്കിൽ ആ ഒഴിവ് സർക്കാർ കോളേജുകളിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് അതേപോലെ ഓട്ടോണോമസ് അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അതാത് കോളേജുകളും സർക്കാർ ഉത്തരവനുസരിച്ച് സ്പോട്ട് അഡ്മിഷനായിട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിങ്ങിൻ്റെ തേർഡ് റൗണ്ട് എന്ന് പറയുന്ന എഞ്ചിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് റൗണ്ടാണ്. എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന ലാസ്റ്റ് റൗണ്ടാണ്. ഇതിനുശേഷം സ്പോട്ട് കോളേജുകളും സർക്കാർ കോളേജുകളിലാണെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴിയാണ് ഫില്ല് ചെയ്യുക. അത് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വരും. ഈ റൗണ്ടിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മുമ്പ് കൊടുത്ത ഓപ്ഷൻസ് അല്ല, പുതിയതായിട്ട് ചെയ്യാം. ഇപ്പം മൂന്നാമത്തെ റൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പുതിയതായിട്ട് ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. പ്രവേശന പരീക്ഷാ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ വിദ്യാർത്ഥികൾക്ക് c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി 27-ാം തീയതി തുടങ്ങി 30-ാം തീയതി 11:59 രാത്രി 11:59 വരെ ഓപ്ഷൻ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാം. എന്നാൽ നേരെ തിരിച്ച് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ കൺഫർമേഷനെ പറ്റൂ, റീ അറേഞ്ച്മെൻറ്റും പറ്റും. പുതിയതായിട്ട് രജിസ്ട്രേഷൻ ഇല്ല. ആർക്കിടെക്ചർ കോഴ്സിന് മുൻഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ കിട്ടിയവരും ഇതുവരെ കിട്ടാത്തവരും അവരുടെ ഓപ്ഷനുകൾ ഈ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ഇവർക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. എഞ്ചിനീയറിംഗുകാർക്ക് പുതിയതായിട്ട് ഓപ്ഷൻ ആഡ് ചെയ്യാം. ആർക്കിടെക്ചറുകാർ നിലവിലുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, എന്നിട്ട് കൺഫർമേഷൻ നടത്തണം. ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യുകയോ ആവശ്യമില്ലാത്ത ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യാം. ഈ സൗകര്യം ജൂലൈ 27 തുടങ്ങി ജൂലൈ 30-ാം തീയതി രാത്രി 11:59 വരെ മാത്രം. ഓക്കെ, ഈ ഓപ്ഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആർക്കിടെക്ചറിന് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ട് നടത്തണം. എഞ്ചിനീയറിങ്ങിന് പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കുകയും വേണം, എങ്കിലേ നിങ്ങളെ പരിഗണിക്കൂ. ഇനി മുൻ റൗണ്ടുകൾ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടിയവരും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരും ഈ റൗണ്ടിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് നടത്തണം. അതായത് ഈ പ്രാവശ്യം ഈ റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം. ഓപ്ഷൻ നിങ്ങൾ കൊടുത്ത് കൺഫേം ചെയ്താൽ മാത്രമേ പരിഗണിക്കൂ. എന്നാൽ ആർക്കിടെക്ചർ കോഴ്സിൽ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷനും റീ അറേഞ്ച്മെൻറ്റും ചെയ്താൽ മതി. നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാനൊന്നുമില്ലെങ്കിൽ കൺഫർമേഷൻ ചെയ്താലും മതി. പുതിയതായിട്ട് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ എഞ്ചിനീയറിങ്ങിന് കൊടുക്കാം. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് മുൻ റൗണ്ടുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുകയും എന്നാൽ ഈ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്താൽ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സീറ്റുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്തു. ഈ റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ ആ സീറ്റ് അവിടെ ഉണ്ടാവും. അതേപോലെ ആർക്കിടെക്ചർ കോഴ്സിന് നിങ്ങൾ കൺഫർമേഷൻ ചെയ്തില്ലെങ്കിലും ആദ്യ റൗണ്ടിൽ കിട്ടിയ സീറ്റ് അവിടെ ഉണ്ടാവും. ആ സീറ്റ് നഷ്ടപ്പെടില്ല, പക്ഷേ പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഈ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. എഞ്ചിനീയറിംഗിൽ പുതുതായിട്ട് കൊടുക്കുകയും വേണം. ഈ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും നിശ്ചിത സമയത്തിനകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് അല്ലെങ്കിൽ കോഴ്സിൽ പ്രവേശനം നേടാതിരിക്കുകയും ചെയ്യുന്നവരുടെ മുൻ റൗണ്ടിലെയും ഈ റൗണ്ടിലെയും അലോട്ട്മെൻറ്റ് പോകും. അതായത് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി മുൻ റൗണ്ടിലെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലെയും ആർക്കിടെക്ചർ ആണെങ്കിൽ ഫസ്റ്റിലെയും സീറ്റ് നഷ്ടപ്പെട്ട് പുതിയ സീറ്റായി. ഇനി ഇതിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് ഓൾറെഡി പോയി, ഇതും പോവും. അത് ശ്രദ്ധിക്കണം. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായിട്ട് ഈ റൗണ്ടിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളും കഴിഞ്ഞ റൗണ്ടിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തു, സീറ്റ് കിട്ടാത്തവർക്ക് ബാധകമല്ല. എന്നാൽ കിട്ടിയിട്ട് എടുക്കാത്തവർ, സീറ്റ് നഷ്ടപ്പെടുത്തിയവരും പുതിയതായിട്ട് ഈ റൗണ്ടിലേക്ക് വരുന്നവരും 2000 രൂപ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കൊടുക്കണം. എന്നാൽ ഫീസ് ആനുകൂല്യമുള്ള കുട്ടികളും അങ്ങനെയുള്ള കാറ്റഗറിയും ഒക്കെ 500 രൂപ അടച്ചാൽ മതി. ഇത് നിങ്ങളുടെ ഫീസ് എണ്ണത്തിലേക്ക് വകയിരുത്തിക്കോളും. സപ്പോസ് നിങ്ങൾക്ക് റൗണ്ട് അല്ലെങ്കിൽ ഈ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് റീഫണ്ട് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷനും ആർക്കിടെക്ചറിലെ ഓപ്ഷൻ കൺഫർമേഷൻ അല്ലെങ്കിൽ റീ അറേഞ്ച്മെൻറ്റിനുള്ള സൗകര്യം 27-ാം തീയതി ജൂലൈ 27 സ്റ്റാർട്ട് ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനും ആർക്കിടെക്ചറിലേത് പുനഃക്രമീകരിക്കാൻ ഓൾട്ടർ ചെയ്യണമെങ്കിൽ റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. കൺഫർമേഷൻ ചെയ്യാനും ഒക്കെയുള്ള സമയം ജൂലൈ 30 രാത്രി 11:59 വരെ. ഈ സമയം വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമയമുള്ളൂ.
എന്നിട്ട് ഓഗസ്റ്റ് 3-ാം തീയതി നിങ്ങളുടെ ടെമ്പററി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഓഗസ്റ്റ് 5-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഓഗസ്റ്റ് 6 തുടങ്ങി ഓഗസ്റ്റ് 10 വരെയുള്ള സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പ്രവേശനം നേടാനുള്ള സമയമുണ്ടാവും. ഇതിൻ്റെ അപ്ഡേറ്റ് കുറച്ചുകൂടി കഴിഞ്ഞ് വീണ്ടും വരും. അതായത് ഈ ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ പിന്നാലെ വരും. ഒരു പ്രത്യേകം ശ്രദ്ധയ്ക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്തവരെയും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരെയും ഈ റൗണ്ടിൽ പരിഗണിക്കില്ല. 2 കൂട്ടരെ പരിഗണിക്കില്ല. ആരാണ്? എഞ്ചിനീയറിംഗിൽ പുതുതായിട്ട് ഓപ്ഷൻ കൊടുത്തില്ലെങ്കിലും ആർക്കിടെക്ചറിൽ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലും നിങ്ങൾ ഈ റൗണ്ടിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ചെയ്യണം. അതേപോലെ മൈനോറിറ്റി കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് കോട്ടയിലോ മറ്റോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? അത് ആർക്കിടെക്ചറിൻ്റെ കേസിലാണ് 2ാം ഘട്ട അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ കൺഫർമേഷൻ സമയത്ത് അതത് കോളേജുകളിൽ ഏത് കോളേജിലാണോ വേണ്ടത് ആ കോളേജിൻ്റെ മൈനോറിറ്റിയിലോ കമ്മ്യൂണിറ്റിയിലോ ട്രസ്റ്റ് കോട്ട സീറ്റുകളിലേക്കോ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. മാത്രമല്ല ഈ കുട്ടി ഈ പറഞ്ഞ മൈനോറിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് കോട്ട സീറ്റുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ആ സീറ്റ് കിട്ടുക. അതായത് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 3-ാം റൗണ്ടിൻ്റെ കേസ്. ആർക്കിടെക്ചർ കോഴ്സിൻ്റെ 3-ാം റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ പുതിയ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം പിന്നീട് തരും. അതുമായിട്ടുള്ള പിന്നീട് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് അത് ചെയ്താൽ മതി. ഇപ്പോൾ 2nd റൗണ്ടിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ 3rd റൗണ്ടും ആർക്കിടെക്ചറിൻ്റെ 2nd റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷനിലെ മെയിൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.